ഭക്ഷണമില്ലാത്തൊരു ദിവസത്തെപ്പറ്റി നിങ്ങൾക്ക് ചിന്തിക്കാനാകുമോ? നമ്മുടെ ഇഷ്ടഭക്ഷണങ്ങളെല്ലാം ഒരുപാട് കാലം കേടുകൂടാതെ ഇരുന്നിരുന്നെങ്കിൽ എന്ന് നാം ആഗ്രഹിച്ചിട്ടുണ്ടാകും. എന്നാൽ ഇന്ന് നാം കാണാൻ പോകുന്നത് ഒരിക്കലും എക്സ്പയറി ആവാത്ത കുറച്ച് ഭക്ഷണങ്ങളാണ്. അപ്പോൾ ഫൺ ആൻഡ് ഫാക്ട്സ് മലയാളത്തിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഈ ചാനൽ ആദ്യമായാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. സോയാ സോസ് എടുത്ത് നിങ്ങൾ രുചിച്ചു നോക്കിയിട്ടുണ്ടോ? എത്ര കാലം കഴിഞ്ഞാലും വാങ്ങുമ്പോഴുള്ള അതേ രുചി തന്നെ ആയിരിക്കും സോയാ സോസിനുണ്ടാവുക. ഇതെങ്ങനെയാണെന്നല്ലേ? ഇതിൽ ആസിഡ് ഹൈഡ്രോളൈസ്ഡ് വെജിറ്റബിൾ പ്രോട്ടീൻ അടങ്ങിയിരിക്കുന്നു. സോയാ സോസ് ദീർഘകാലം കേടുകൂടാതിരിക്കാൻ സഹായിക്കുന്നത് ഈ പ്രോട്ടീനാണ്. ഇതിൽ സോയാബീൻ, വെള്ളം, ഉപ്പ്, ഗോതമ്പ് എന്നിവ അടങ്ങിയിരിക്കുന്നു. പീനട്ട് ബട്ടർ ദീർഘകാലത്തേക്ക് യാതൊരു കേടും വരാതെ ഉപയോഗിക്കാവുന്ന ഒന്നാണ് പീനട്ട് ബട്ടർ എന്ന് നിങ്ങൾക്കറിയാമോ? ഇത് നമ്മുടെ ഹൃദയത്തിൻ്റെ ആരോഗ്യം വർദ്ധിപ്പിക്കുകയും പ്രമേഹം കുറയ്ക്കുകയും എന്തിന് ക്യാൻസർ വരാനുള്ള സാധ്യത വരെ കുറയ്ക്കാനും സഹായിക്കുന്നു. എന്നാൽ ഇന്ന് വിപണിയിൽ ഒറിജിനൽ പീനട്ട് ബട്ടർ അല്ല ലഭിക്കുന്നത്. പീനട്ട് ബട്ടറിലെ മോണോ അൺസാച്ചുറേറ്റഡ് ഫാറ്റ് എടുത്ത് മാറ്റി ശർക്കരയും ഉപ്പും മിക്സ് ചെയ്താണ് വിപണിയിൽ എത്തിക്കുന്നത്. എന്നാൽ നിങ്ങൾക്ക് എവിടെ നിന്നെങ്കിലും ഒറിജിനൽ പീനട്ട് ബട്ടർ ലഭിക്കുകയാണെങ്കിൽ കണ്ണും പൂട്ടി മേടിച്ചോളൂ. കാരണം ഇത് 3 മുതൽ 5 വർഷം വരെ കേടുകൂടാതെ ഇരിക്കും. പോപ്കോൺ രണ്ടാം ലോക മഹായുദ്ധകാലത്ത് പഞ്ചസാരയ്ക്ക് കടുത്ത ക്ഷാമം നേരിട്ടു. ഇതിനെ നേരിടാനായി അമേരിക്കൻസ് ധാരാളമായി പോപ്കോൺ ഭക്ഷിക്കാൻ തുടങ്ങി. പോപ്കോണിൽ 68% കൂടുതൽ ഷുഗർ അടങ്ങിയിട്ടുണ്ട്. അങ്ങനെയെങ്കിൽ കോൺ കഴിച്ചാൽ പോരെ എന്നാവുമല്ലേ നിങ്ങൾ ചിന്തിക്കുന്നത്? എന്നാൽ സാധാരണ ചോളം ശേഖരിച്ചു വെച്ചിട്ട് കാര്യമില്ല. അതിൽ ജലാംശമുള്ളത് കാരണം വേഗം കേടുവന്നു പോകും. പക്ഷേ അത് ഡ്രൈ ആയി സൂക്ഷിച്ചാൽ ചോളം എത്ര കാലം വേണമെങ്കിലും കേടുവരാതിരിക്കും. ഈ ഡ്രൈ ആക്കി മാറ്റിയ ചോളം മണികൾ 2 മിനിറ്റ് കൊണ്ട് പോപ്കോണായി മാറ്റുകയും ചെയ്യാം. കനോല ഓയിൽ നമ്മൾ ഉപയോഗിക്കാറുള്ള വെളിച്ചെണ്ണയും പാമോയിലുമെല്ലാം കുറച്ചു കാലം കഴിഞ്ഞാൽ മണവും രുചിയുമൊക്കെ കാറിൽ വന്ന് മാറി തുടങ്ങും. എന്നാൽ ഇനി കനോല ഓയിൽ ഉപയോഗിച്ചാൽ ഈ പേടി വേണ്ട. റൈപ്പ് സീഡ് എന്ന മഞ്ഞപ്പൂക്കളുണ്ടാവുന്ന ചെടിയുടെ വിത്തിൽ നിന്നാണ് ഈ ഓയിൽ ഉണ്ടാക്കുന്നത്. ഹൃദയത്തിൻ്റെ ആരോഗ്യത്തിന് നല്ലതായതുകൊണ്ട് തന്നെ ഇന്ന് അമേരിക്കയിൽ കൂടുതലായി ഉപയോഗിക്കുന്നത് ഈ എണ്ണയാണ്. ഇവ ശരിയായ രീതിയിൽ ഉപയോഗിക്കുകയാണെങ്കിൽ 5 വർഷം വരെ കേടുവരാതിരിക്കും. ഹണി തേനീച്ചകൾ തേൻ ശേഖരിക്കുന്നതിനായി ഓരോ തവണയും 2 മുതൽ 4 കിലോമീറ്റർ വരെ സഞ്ചരിക്കാറുണ്ട്. എത്ര ദൂരം സഞ്ചരിച്ചാലും വെറും 17 മില്ലിഗ്രാം തേൻ മാത്രമേ ഓരോ തവണയും അവർക്ക് കൊണ്ടുവരാൻ സാധിക്കൂ. അതായത് 1 ടീസ്പൂൺ തേൻ കൊണ്ടുവരണമെങ്കിൽ 412 തവണ അങ്ങോട്ടും ഇങ്ങോട്ടും സഞ്ചരിക്കേണ്ടതുണ്ട്. അങ്ങനെ നോക്കിയാൽ ഏകദേശം 1236 കിലോമീറ്റർ സഞ്ചരിച്ചാണ് അവയ്ക്ക് 1 ടീസ്പൂൺ തേൻ കൊണ്ടുവരാൻ സാധിക്കുക. എന്നാൽ ഈ തേൻ എത്ര വർഷം ഇരുന്നാലും കേടുവരില്ല. കാരണം ഇതിൽ വെറും 17% മാത്രമേ ജലാംശമുള്ളൂ. അതുകൊണ്ട് തന്നെ ഇതിൽ ബാക്ടീരിയ വരാൻ ഒരു ചാൻസുമില്ല. പിന്നെ തേനിൻ്റെ ഔഷധ ഗുണത്തെപ്പറ്റി പ്രത്യേകിച്ച് പറയേണ്ടതില്ലല്ലോ. അപ്പോൾ നിങ്ങൾക്ക് ഈ കണ്ടതിൽ ഏത് വീഡിയോ ആണ് കൂടുതൽ ആശ്ചര്യം തോന്നിയതെന്ന് താഴെ കമൻറ്റ് ചെയ്യൂ. കൂടുതൽ വിനോദവും വിജ്ഞാനപരവുമായ വീഡിയോകൾക്കായി ഫൺ ആൻഡ് ഫാക്ട്സ് മലയാളത്തിൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. താങ്ക്